സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ ചിലപ്പോൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടാവും, ചിലപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടു കാണും. അഫ്ലാത്ത് എൻ്റെതായ ഒരു ശൈലിയിൽ ഒരു അഫ്ലാത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അത് എങ്ങനെ എത്രത്തോളം എത്തുമെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ എന്നോട് കുറേ ആൾ കേട്ട് എനിക്ക് എന്ത് ഭ്രാന്താണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. കുറേ ഒരു 5 വർഷം മുമ്പ് തുടങ്ങിന്. അതെന്തായി ഇപ്പം അതിലെ തുടങ്ങി. അപ്പം അത് ഭ്രാന്താണ് നിൽക്കുന്നത്. എനിക്ക് ഭ്രാന്ത് തന്നെ. എനിക്ക് 2 കാര്യത്തോടാണ് ഭ്രാന്ത്. ഒന്ന് ഭക്ഷണത്തോടും, പിന്നൊന്ന് യാത്രയോടും. ഭക്ഷണം കഴിക്കലല്ല, നമ്മ ഉണ്ടാക്കിയ ഭക്ഷണം മറ്റുള്ളവർ കഴിക്കുന്നത് കാണുന്ന ആ ഒരു ഭ്രാന്ത്. ഈ 2 കാര്യമാണ് എൻ്റെ ഭ്രാന്ത്. അപ്പോൾ വാചകം അടി തുടരാതെ പാചകത്തിലേക്ക് പോകാം. വാ. ഇതിലേക്ക് വേണ്ടിയ സാധനങ്ങൾ ഞാൻ എടുത്തിട്ട് 1 കപ്പ് റവ, 1 കപ്പ് പാൽപ്പൊടി, 1 കപ്പ് പാല്, ഏകദേശം ഒരു 3/4 കപ്പോളം പഞ്ചസാര, 1/2 കപ്പ് നെയ്യ്, ഡെക്കറേഷന് വേണ്ടിയിട്ട് 1/2 കാഷ്യും പിന്നെ ബദാമും. ഇത്രയും സാധനങ്ങളാണ് ഇതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം ഗ്യാസ് ഓൺ ചെയ്യുക, എന്നിട്ട് പാത്രം വെക്കുക. ഇതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് റവയാണ്. റവ ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ള പാൽപ്പൊടി, നെയ്യ്, പഞ്ചസാര, ഇത്രയും സാധനങ്ങളും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കുക. ഏകദേശം ഒരു 10 മിനിറ്റിൽ കൂടുതൽ ഇത് നന്നായി ഇളക്കേണ്ടതായിട്ട് വരും. നന്നായി ആ സമയത്തൊക്കെ ചിലപ്പോൾ കൈവേദന വന്നേക്കാം, സ്വാഭാവികം. നന്നായി എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഏകദേശം ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ ഇതിനെ നന്നായി ഇളക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റ് 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായി ഇളക്കണം. നിങ്ങൾക്ക് കാണാം, ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി വരുന്നത് കാണാം. ഈ സമയത്ത് ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് പാലാണ് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത്. പാല് ചേർത്തതിന് ശേഷം വീണ്ടും ഇതേപോലെ നന്നായി വഴറ്റുക, ഇളക്കി വഴറ്റുക നന്നായി. അവസാനം ഈ ഒരു രൂപത്തിലേക്ക്, സോഫ്റ്റ് ആയിക്കൊണ്ട് ഈ ഒരു രൂപത്തിലേക്ക് നമ്മൾ അഫ്ലാത്ത് എത്തും. ഇനി ഇതിനെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. ഡെക്കറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത്. സ്ക്വയർ ടൈപ്പുള്ള പുഡിങ്ങിൻ്റെ ഗ്ലാസ് ട്രേ ആണ് എടുത്തുള്ളത്. ഇതിലേക്ക് നമുക്ക് അഫ്ലാത്തിനെ ഇതിലേക്ക് ചേർത്തുകൊണ്ട് ഇതിനെ നന്നായി ഡെക്കറേഷൻ ചെയ്ത് നോക്കാം. ബേക്കറിയിൽ കിട്ടുന്ന അതേ രൂപത്തിലേക്ക് എടുക്കുന്നതിന് വേണ്ടി സ്ക്വയർ ടൈപ്പിൽ നമുക്കത് കട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് കാഷ്യും ബദാമും ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് നന്നായി ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ നമ്മളെ അഫ്ലാത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ,
മാഷാ സൂപ്പർ, സൂപ്പറാണ് സാധനം. നിങ്ങളെല്ലാവരും ചില ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടാവും, എങ്കിലും നല്ല നമുക്ക് ബേക്കറിയിൽ നമുക്ക് കിട്ടുന്ന അതേ രൂപത്തിൽ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് ഈസിലി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഡിഫറെൻറ്റ്, സാധാരണ പുഡിങ് ഇതെല്ലാം ഉണ്ടാക്കുന്നതിന് പകരം ഇതൊന്നും ഉണ്ടാക്കിയാൽ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ലക്കും ലഗാനുമില്ലാത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.